കേരള പോലീസിന് ആശ്വാസം. കൂടുതൽ സഹായം അനുവദിച്ച കേന്ദ്ര സർക്കാർ 54 കോടിയോളം രൂപയാണ് അനുവദിച്ചത്. ആയുധങ്ങൾ വാങ്ങുന്നതിൽ ഉൾപ്പെടെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പണം അനുവദിച്ചത്. ഉത്തരവിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. രാജീവ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാജീവ്, നമുക്കറിയാം പോലീസ് സേന എന്ന് പറയുന്നത് വളരെയധികം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധികൾ, അതുപോലെ ലീവും മറ്റും ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് പോലീസിലെ ആത്മഹത്യകൾ കൂടി കൂടുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സഹായം, വലിയൊരു സഹായം കേരള പോലീസ് സേനയ്ക്ക് ലഭിച്ചിരിക്കുകയാണ്. 54 കോടി രൂപയാണ് നിലവിൽ അനുവദിച്ചിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നു പോകുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യാഘാതം സംസ്ഥാന പോലീസും അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സംസ്ഥാന പോലീസ് മേധാവി നിരവധി തവണ പണം ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിട്ടുണ്ടെങ്കിലും അതിന് യാതൊരു തരത്തിലുള്ള പ്രയോജനവും ഉണ്ടായിട്ടില്ല. പ്രധാനമായും ഈ പോലീസിനെ ആധുനികവൽക്കരിക്കുന്നതിനുള്ള സഹായം തേടിയായിരുന്നു സംസ്ഥാന പോലീസ് മേധാവി സർക്കാരിനെ സമീപിച്ചിരുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം പോലീസ് സ്റ്റേഷനുകളിലേക്ക് വാഹനങ്ങൾ വാങ്ങണമെന്നായിരുന്നു. നിലവിൽ കാലപ്പഴക്കം ചെന്ന വാഹനങ്ങളാണ് പോലീസ് സ്റ്റേഷനുകളിൽ കൂടുതലായി ഉപയോഗിക്കുന്നത്. SHOമാർ മുതൽ DYSPമാർ വരെ കാലപ്പഴക്കം ചെന്ന വാഹനങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു ഗതികേടിലാണ് സംസ്ഥാന പോലീസ്. മാത്രമല്ല, ഈ പോലീസ് വാഹനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാനുള്ള പണം പോലും സംസ്ഥാന സർക്കാർ നൽകാതിരുന്നത് വലിയ രീതിയിലുള്ള വാർത്തയായിരുന്നു. ജനം ടിവിയാണ് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പുറത്തുവിട്ടത്. ഇതിനെ തുടർന്ന് തമിഴ്നാട്ടിൽ ഉൾപ്പെടെ പോലീസ് വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. ഈ രീതിയിൽ ഗുരുതരമായ പ്രതിസന്ധിയിലൂടെ സംസ്ഥാന പോലീസ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതിനിടെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു കൃത്യമായ സഹായം, ഇടപെടലൊക്കെ പോലീസിന് ലഭിക്കുന്നത്. അത് പോലീസിന് വലിയ ആശ്വാസമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ചും ഈ ഘട്ടത്തിൽ ആദ്യമായി സംസ്ഥാന പോലീസിന് 34 കോടി രൂപ വാഹനങ്ങൾ വാങ്ങുന്നതിനായി നേരത്തെ കേന്ദ്ര സർക്കാർ അനുവദിച്ചിരുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഈ തുക അനുവദിച്ചത്. 142ഓളം വാഹനങ്ങൾ വാങ്ങുന്നതിനായിരുന്നു പോലീസിന് പണം അനുവദിച്ചത്. ഇതിനുശേഷമാണ് പോലീസിന് ആയുധങ്ങൾ ഉൾപ്പെടെ വാങ്ങുന്നതിനും കൂടുതൽ പണം അനുവദിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം സംസ്ഥാന ആഭ്യന്തര വകുപ്പിനും ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. 54 കോടിയോളം രൂപയാണ് നിലവിലിപ്പോൾ കേന്ദ്ര സർക്കാർ സംസ്ഥാന പോലീസിന് അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ ആയുധങ്ങൾ വാങ്ങുന്നതിനും മാത്രമായി 7 കോടി 15 ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നു. പോലീസിന്റെ ആധുനികവൽക്കരണത്തിനായി 9 കോടി 10 ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ കേരള പോലീസിനായി കേന്ദ്ര സർക്കാരിൻ്റെ വലിയ ആശ്വാസം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് ഈ ഘട്ടത്തിൽ പറയാതിരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ചും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും ഉണ്ടാകാതിരിക്കുമ്പോഴാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന പോലീസിന്റെ ആധുനികവൽക്കരണത്തിനായി ഈ രീതിയിൽ തുക മാറ്റിവെച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ സംസ്ഥാനത്തെ പോലീസ് ഉപയോഗിക്കുന്നത് കാലപ്പഴക്കം ചെന്ന ആയുധങ്ങളാണ്. ഈ ആയുധങ്ങൾ മാറ്റി വാങ്ങണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവി നിരവധി തവണയാണ് സംസ്ഥാന സർക്കാരിന് കത്ത് നൽകിയത്. എന്നാൽ ധനവകുപ്പ് സംസ്ഥാന പോലീസ് മേധാവി ആവശ്യപ്പെടുന്ന പണം നൽകുന്നതിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു. സംസ്ഥാനത്തെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു പണം നൽകാതിരുന്നത്. ഇതിനെ തുടർന്ന് ധനവകുപ്പും അതുപോലെ തന്നെ സംസ്ഥാന പോലീസും തമ്മിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്കും ഇത് കാരണമായിരുന്നു. ഏതായാലും ഇപ്പോൾ സംസ്ഥാന പോലീസിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം 54 കോടിയോളം രൂപ അനുവദിച്ചിരിക്കുന്നു. അതിൽ തന്നെ ഏറ്റവും ആധുനികമായ ആയുധങ്ങൾ വാങ്ങുന്നതിനുൾപ്പെടെയാണ് പണം അനുവദിച്ചിരിക്കുന്നത്. പോലീസിനെ ആധുനികവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പണം അനുവദിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ മാവോയിസ്റ്റ് സാന്നിധ്യം സംസ്ഥാനത്തെ വനമേഖലകളിൽ വർദ്ധിച്ചു വരുന്നു എന്ന് നേരത്തെ കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് 9 കോടി 60 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. നേരത്തെ ഈ മാവോയിസ്റ്റ് വേട്ടയ്ക്കെന്ന പേരിലാണ് സംസ്ഥാന സർക്കാർ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത്. പിന്നീട് അത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരായിരുന്നു ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ അത് വ്യാപകമായി ഹെലികോപ്റ്റർ ഉപയോഗിക്കുകയും ചെയ്യുന്നില്ല. കാരണം വലിയ കടബാധ്യത ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ വരുത്തി വെച്ചിട്ടുണ്ട്. വലിയ കുടിശ്ശികയാണ് ഇപ്പോൾ ഈ ഹെലികോപ്റ്റർ വാടകയ്ക്ക് നൽകിയ കമ്പനിക്ക് സംസ്ഥാന സർക്കാർ വരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹെലികോപ്റ്റർ വ്യാപകമായി ഉപയോഗിക്കുന്നില്ല. മാവോയിസ്റ്റ് വേട്ടയ്ക്കെന്ന പേരിലാണ് നിലവിൽ ഈ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത്. അതിനുള്ള പണവും കേന്ദ്ര സർക്കാരാണ് നൽകുന്നതെന്ന് ഈ ഉത്തരവിലൂടെ വ്യക്തമാണ്. 9 കോടി 60 ലക്ഷം രൂപയാണ് ഈ മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള ജില്ലകളിലെ പോലീസ് സേനയുടെ ആധുനികവൽക്കരണത്തിന് വേണ്ടി നൽകിയിരിക്കുന്നത്. എന്നാൽ അവിടെ നമുക്കറിയാം തണ്ടർബോൾട്ട് ഉൾപ്പെടെയുള്ളവയ്ക്ക് മതിയായ ആയുധങ്ങൾ ലഭ്യമാകുന്നില്ല, മതിയായ പരിശീലനം ലഭിക്കുന്നില്ല എന്ന തരത്തിലുള്ള പരാതികൾ നേരത്തെ സേനയിൽ തന്നെ ഉയർന്നു വന്നിരുന്നു. ഏതായാലും ഇപ്പോൾ സംസ്ഥാന പോലീസിനെ ആധുനികവൽക്കരിക്കുന്നതിന് വേണ്ടി, അവർക്ക് പുതിയ ആയുധങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ വീണ്ടും പണം അനുവദിച്ചിരിക്കുന്നു. നേരത്തെ പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി 34 കോടി രൂപ അനുവദിച്ചതിന് പുറമെയാണ് വീണ്ടും 54 കോടിയോളം രൂപ അനുവദിച്ചിരിക്കുന്നത്. ദേവിക.